സൈറാം, ഞാൻ ഗൗരി ജയൻ. നമുക്ക് കുറേ നേരം സംസാരിക്കാം. അത് കുറച്ച് ഭാവിയുടെ കാര്യവും കുറച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പിന്നെ രാവിലത്തെ സായിബാബയുടെ ആരതിയും അലങ്കാര പൂജയൊക്കെ കഴിഞ്ഞിരിക്കണു. ഇനി മധ്യാഹ്ന ആരതിയാണ് ഉള്ളത്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. ടൈം ഉണ്ടെങ്കിൽ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര തന്നെ. ഇഷ്ടപ്പെട്ടാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ലല്ലോ. ശരി, പിന്നെ പറയാൻ പോകുന്നത് സായിബാബ സിർദിയിൽ ഉള്ളപ്പോൾ എപ്പോഴും ഗോതമ്പ് പൊടിക്കുകയായിരുന്നു. ഗോതമ്പ് പൊടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു കാലഘട്ടങ്ങളിൽ നാട്ടിൽ കോളറ പിടിപെടുകയായിരുന്നു. ഇത് സായിബാബയുടെ സച്ചരിതം ബുക്കിൽ അധ്യായം 1 ഞാൻ വായിച്ച് അങ്ങനെ വായനയോടെയല്ല പറയുന്നത്. ഒരു ചെറിയ ചുരുക്കം ഒരു കഥ മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സായിബാബ ഗോതമ്പ് പൊടിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ നാട്ടിൽ കോളറ പിടിപെടുകയും പിന്നെ അപ്പോൾ ആ ടൈമിലാണ് ബാബ അങ്ങനെ ഗോതമ്പ് പൊടിച്ച് എല്ലായ്പ്പോഴും ഗോതമ്പ് പൊടിക്കുകയായിരുന്നു. എങ്കിലും ആ ടൈമിൽ അങ്ങനെ ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് അമ്മമാരൊക്കെ ആ വഴിക്ക് വരികയായിരുന്നു. മസീദിയിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എല്ലാ അമ്മമാരും വരും. ബാബയെ കാണുകയും തൊഴുതുകയും ബാബയുടെ ഉപദേശം കേൾക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതേപോലെ അമ്മമാർ അന്ന് വരുമ്പോൾ ബാബ ഇരുന്ന് ഗോതമ്പ് പൊടിക്കുകയായിരുന്നു. അപ്പം ബാബ നിറയെ പൊടിക്കുന്നതുകൊണ്ട് ഇതെന്തിനാ ഈ ബാബയ്ക്ക് ഇത്രയും ഗോതമ്പ് പൊടിക്കുന്നത്? ബാബയ്ക്ക് തന്നെ ആരും ഇല്ലല്ലോ, ഭാര്യയില്ല, കുട്ടികളില്ല, ആരുമില്ല. പിന്നെ എന്തിനാണ് ഈ ബാബ അങ്ങനെ പിന്നെ ഗോതമ്പൊക്കെ പൊടിക്കുന്നത് എന്ന് അവർ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശരി ബാബയ്ക്ക് എന്തിനാണ് അത്രയും ഗോതമ്പ് പൊടി, നമ്മൾക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ആ ഗോതമ്പ് പൊടി എടുക്കാനായിട്ട് പോകുമ്പോൾ ബാബയ്ക്കൊരു ദേഷ്യം വരും. നോക്കൂ, അമ്മേ എന്തിനാണ് ഗോതമ്പ് പൊടി നിങ്ങൾ വാരുന്നത്? നിങ്ങളുടെ അപ്പൻ്റെ വല്ല മുതലാണോ ഇത്? നിങ്ങൾ ഗോതമ്പ് പൊടി ഇങ്ങനെ എന്നെ കേൾക്കാതെ വാരിയെടുക്കാൻ? അങ്ങനെ ദേഷ്യത്തോടെ കൂടി ബാബ ചോദിക്കുമായിരുന്നു. അപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല അതെന്തിനാണ് ബാബ അങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന്. അത് പിന്നെ പറയും ബാബ, നിങ്ങൾ ഈ ഗോതമ്പ് പൊടി കൊണ്ടുപോയിട്ട് ഈ ബോർഡറിലൊക്കെ വിതറിയിട്ട് വരൂ അങ്ങനെ പറയുന്നതാണ്. ഇങ്ങനെ കോളറ പിടിപെട്ടിരിക്കുകയാണ്, ഒരു രോഗവുമാണ്. അത് പിടിപെട്ടാൽ ജീവിക്കുന്നതൊക്കെ വളരെ കഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഗോതമ്പ് പൊടിയൊക്കെ കൊണ്ടുപോയി അവിടെ വിതറിയിട്ട് വരുമെന്ന് പറയും. അങ്ങനെ അവർ ആ ഗോതമ്പ് പൊടി കൊണ്ടുപോയി അവിടെയെല്ലാം വിതറിയിട്ട് വരികയാണ്. അങ്ങനെ കോളറ അങ്ങനെ മാഞ്ഞു പോകുന്നതാണ്. പിന്നെ ആർക്കും അവിടെ കോളറ കാണുകയോ പരന്ന് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് സായിബാബയുടെ ചുരുക്കം കഥയാണിത്. സച്ചരിതത്തിൽ വായിച്ചാൽ നിങ്ങൾ അറിയാവുന്നതാണ്. നന്നായിരിക്കും കേൾക്കാനും വായിക്കാനും ഒക്കെ. വായിച്ചാലും നല്ലതാണ്. അങ്ങനെയാണ് 1ാമത്തെ അധ്യായം കമ്മിയായത്. പിന്നെ ബാബ ഗോതമ്പ് പൊടിക്കുന്നത് എന്താണെന്ന് വച്ചാൽ കല്ലില്ലേ, അടിയിലെ കല്ലും മേലെ കല്ലും വെച്ചിങ്ങനെ തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ തിരിക്കുന്ന കല്ല്, അടിയിലത്തെ കല്ല് അഹങ്കാരത്തെയും മേലത്തെ കല്ല് ആഗ്രഹത്തെയും ഒക്കെയാണ് കുറിക്കുന്നത്. അപ്പോൾ ഇത് ഈ രണ്ടും പൊടിച്ച് കളഞ്ഞ ശേഷം എന്നെ വന്ന് കാണുക എന്നാണ് ബാബ പറയുന്നത്. ആഗ്രഹത്തെയും അഹങ്കാരത്തെയും എല്ലാം നമ്മൾ ഈ കല്ലിലിട്ട് ഈ ഗോതമ്പ് പൊടിക്കുന്നത് പോലെ പൊടിച്ച് കളഞ്ഞ ശേഷം എന്നെ വന്ന് കാണുക, നാം സ്വീകരിക്കുന്നതായിരിക്കും എന്ന്. അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, അതായത് നമ്മൾ ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് പലവിധം സ്നേഹങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഒരു 1,00,000 രൂപ ഒരാൾക്ക് കടം കൊടുത്തു എന്ന് വയ്ക്കുക. കടം കൊടുത്തു എന്ന് വെച്ച ശേഷം അവർ 2 ആഴ്ചയോ 1 മാസമോ കഴിഞ്ഞ് തരാമെന്ന് പറയുകയായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ശരി, 1 ആഴ്ചയും കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ
ചില നേരങ്ങളിൽ നമുക്ക് വരുന്നത് പ്രതികരണമായിരിക്കും. എന്താ ഞാൻ തരില്ലേ, ഞാൻ ഈ നാട് വിട്ടു പോവുകയാണോ, ഞാൻ പൈസ ഉണ്ടാകുമ്പോൾ തരാം, എൻ്റെ അടുത്ത് ഇപ്പം തരാനില്ല, അങ്ങനെയുള്ള പ്രതികരണമായിരിക്കും വരുന്നത്. ചിലവർ എനിക്ക് തരാൻ പറ്റില്ല, ഞാൻ എന്തെല്ലാമോ ചെയ്യാൻ പറ്റി, ഞാൻ കാശുണ്ടാകുമ്പോൾ ഞാൻ എത്തിച്ചോളാം, അങ്ങനെയും ഉണ്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 വിധമാണ്. അതേപോലെയാണ് പിന്നെ നമ്മൾ ഒരു ആഹാരം നമുക്ക് എന്താണോ ഇഷ്ടം, നല്ല ഇഷ്ടമുള്ള ആഹാരം പാകം ചെയ്യും. നോക്കി നമ്മൾ പാകം ചെയ്തിട്ട് നമ്മൾ കഴിക്കും നേരത്ത് ഒരു പല്ലി ആ ആഹാരത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കഴിക്കാൻ പറ്റും. നമ്മളെന്താ ചെയ്യുക? തൂക്കി അങ്ങോട്ട് വലിച്ചെറിയുന്നതായിരിക്കും. അത് കഴിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെയാണ് നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞ് നമ്മൾ മാത്രം കൊണ്ടു നടക്കുന്ന ആരെയും അവരേന്നില്ല, നമുക്ക് ആരെന്നൊന്നുമില്ല, ഒരു സ്നേഹം ആരോടാണോ നമ്മൾ അധികം സ്നേഹവും വിശ്വാസവും വച്ചിരിക്കുന്നത്, അവർ ഒരു 1/4 ഭാഗവും കൂടെ നമ്മളെ തിരിച്ചു തരാതെ ഇരിക്കുകയാണെങ്കിൽ അത് സ്നേഹമായിരിക്കില്ല. നമ്മൾ പിന്നെയും നിരൂപിക്കാൻ നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നീയില്ലാതെ വേറെ ഒന്നുമില്ല. അതായത് ഇത് പിന്നെ കല്യാണക്കാരിയോ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യമല്ല, പൊതുവായിട്ടുള്ള കാര്യം ആരും തന്നെ ആയിക്കോട്ടെ. അത് സ്നേഹിതന്മാരായിരിക്കാം, ഭാര്യ ഭർത്താവ് മക്കൾ, അയൽക്കാർ, സ്വന്തക്കാർ, പരിചയക്കാർ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആ മുറക്കെ പിടിച്ചിരിക്കുന്ന അതൊന്ന് വിട്ടേക്കുക. നമ്മളെങ്ങനെയാണോ ആ ഫുഡിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അതിൽ പല്ലി വെട്ടു, നമ്മൾ നോക്കി പാകം ചെയ്ത ആ ആഹാരത്തിൽ പല്ലി വെട്ടത് കണ്ട ശേഷം നമ്മൾ തൂക്കി അങ്ങോട്ട് മാറ്റിയില്ലേ? അതേപോലെ നമ്മൾ എന്താണോ മുറക്കെ പിടിച്ചിരിക്കുന്നത് അത് നമ്മൾക്ക് കൊണ്ട് ഉപകാരമില്ല, നമ്മൾക്ക് അത് പറ്റില്ല, അത് ശരിയില്ല എന്ന് കാണുമ്പോൾ വിട്ടേക്കുക. അത് പൊക്കോട്ടെ, അതിൻ്റെ പാട്ടിലേക്ക് അത് പൊക്കോട്ടെ. നമ്മൾ നമ്മുടെ രീതിക്ക് എന്താണാവോ അങ്ങനെ പോവുക. അത്ര തന്നെ ഒക്കെ പറയാനുള്ളൂ. ഇനിയും പല കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ ഒരുപാട് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ബോറടിക്കും. അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എൻ്റെ വീഡിയോ ഞാൻ വീണ്ടും പറയുകയാണ്, സായിബാബയെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും.